ആട്ടെ, ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എവിടായിരുന്നു? വീട്ടിലായിരുന്നോ എന്നല്ല ഞാൻ ചോദിച്ചേ. ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു അല്ലേ? അമ്മയുടെ വയറ്റിലുണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു അല്ലേ? അച്ഛൻ്റെ ശരീരത്തിൽ നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെ ഉണ്ടായിരുന്നു? അച്ഛൻ കഴിച്ച ഭക്ഷണത്തിലുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അച്ഛൻ കഴിച്ച ഭക്ഷണത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം പോട്ടെ, അച്ഛൻ കഴിച്ചതൊരു ചക്കപ്പഴമാണെന്ന് കരുതൂ, അപ്പൊ നമ്മൾ എവിടെ ഉണ്ടായി? ചക്കപ്പഴത്തിലുണ്ടായി. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ ചക്കപ്പഴത്തിൽ വരുന്നതിന് മുമ്പ് എവിടെ ഉണ്ടായി? പ്ലാവിലുണ്ടായി അല്ലേ? പ്ലാവിൽ വരുന്നതിന് മുമ്പ് എവിടെ ഉണ്ടായി? ഈ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നില് നമ്മളുണ്ടായി. നമ്മൾ ഈ ശരീരം കളഞ്ഞു കഴിയുമ്പോഴും എന്ത് പറ്റും? ഈ ശരീരവും ദഹിക്കപ്പെടും അല്ലേ? ദഹിക്കപ്പെട്ട് കഴിയുമ്പം നമുക്കറിയാം, അന്തരീക്ഷത്തിലേക്കും മണ്ണിലേക്കുമായി ബാക്കി എല്ലാം തീരുക. നമ്മളെ ചുട്ടരിച്ചടം പോലും പിന്നീട് ഭൂമിക്ക് ഭാരമാവരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഭാരതത്തിൽ നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞു തന്നു, എന്ത് നട്ടുവെക്ക്, പ്ലാവ് നട്ടുവെക്ക്, തെങ്ങ് നട്ടുവെക്ക്, വാഴ നട്ടുവെക്ക്, ഇതെല്ലാം നീ കൃഷിയോഗമാക്കണം. അതുമാത്രമല്ല, നീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരുന്നത് കൊണ്ട് ഭൂമിക്ക് പോലും ഭാരമാവരുത്. പറഞ്ഞാൽ മനസ്സിലായോ? എത്ര സുന്ദരാണെന്നറിയാം. അപ്പം ചിന്തകളിൽ ഉണ്ടാകുന്ന മാറ്റം, അതാണ് ഭഗവാൻ കൃഷ്ണനീന്ന് ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട അടുത്ത വിഷയം. 10 എണ്ണത്തിൽ രണ്ടാമത്തത് ഏത്? മാറ്റത്തെ ഉൾക്കൊള്ളണം, അനശ്വരതയെ അറിയണം. പറയുന്നത് മനസ്സിലാവണുണ്ടോ? മാറ്റത്തെ ഉൾക്കൊള്ളണം, അടുത്ത എന്തറിയണം? അനശ്വരതയെ അറിയണം. സജ്ജനങ്ങളെ, നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും നല്ല ആളുകൾ തന്നെയാ. പറയുന്നത് മനസ്സിലാവണുണ്ടോ? നമ്മൾ ആരും മോശക്കാരൊന്നുമല്ല. ഈ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും വിചാരമുണ്ടോ എന്നെ കൊണ്ട് 10 പൈസയ്ക്ക് ഗുണമില്ലെന്ന്? അങ്ങനെയുള്ള ആളെ ഭാഗവതവും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട, അങ്ങ് അവസാനിപ്പിക്കുക. അതേ മാർഗമുള്ളൂ. ഇങ്ങനെ ലോകത്തിനെ ദുരന്തമായി ജീവിക്കരുത്. പറയണേ മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഇവിടുത്തെ കുട്ടികൾ പറയണ വാക്ക് തന്നെ പറയണേ. എന്താ പറഞ്ഞേ? ലോകത്തിനെ ദുരന്തമായിട്ട് ജീവിക്കരുത്. നമ്മളൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്നവരാ, സത്പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാ. അപ്പോൾ ആ സത്പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അനശ്വരത എന്ന് പറഞ്ഞില്ലേ, അനശ്വരതയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഭക്തി. പറയണ മനസ്സിലാവണുണ്ടോ? അനശ്വരതയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ് ഏത്? ഭക്തി. അപ്പൊ ആ ഭക്തി എന്ന് പറയണത് എന്താ? ആ ഭക്തി അതപ്പതിച്ച് ഹിന്ദുക്കൾക്ക് എങ്ങനെ പോയി എന്നറിയാമോ? വലംപിരി ശംഖിന്റെ മണ്ടയ്ക്ക് പോയി. വാങ്ങിച്ചു വെച്ചാൽ കാശ് കിട്ടുമെന്നുള്ള രീതിയിൽ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ പെരയ്ക്കകത്ത് മുഴുവൻ വലംപിരി ശംഖ് വാങ്ങിച്ചു വെച്ച് കാശുണ്ടാക്കാനിരിക്കുക. പണിക്ക് പോകലോ ഒരെണ്ണു. വലംപിരി ശംഖിന്റെ പുറകെ പോയി. എന്തൊരു അധപ്പതനമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊന്നുമില്ലാത്ത കാലത്ത് രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്ന് ചൊല്ലി വന്ന നമ്മുടെ പൂർവികര് നമ്മൾ ചിന്തിക്കുന്നതിന്റെ 4 ഇരട്ടി സമ്പത്തുണ്ടാക്കിയിട്ടു ഇല്ലേ? അവർ വലംപിരി ശംഖ് വെച്ച് ആരെങ്കിലും കേട്ടോ? അവരിതൊന്നും വെച്ചില്ല. അവർ വെച്ചത് എന്താണെന്നറിയോ? ഹൃദയം കൊണ്ടുപോയി വെച്ചു. ആരുടെ കാലിൽ? ഭഗവാന്റെ കാലിൽ വെച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് ഇത്രക്കേ ഉള്ളൂ അല്ലേ? ഏത്? ഹൃദയം. അതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല ഐശ്വര്യങ്ങളും. അപ്പം ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ഭക്തി നേരായ മാർഗത്തിൽ പോകുന്നു. നമുക്ക് എവിടെ നിന്ന് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നു, അതാണ് നമുക്ക് ഈശ്വരൻ. ഇല്ലേ? നമുക്ക് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും അന്നവും തരുന്നവനാണ് ആര്? നമ്മുടെ ഈശ്വരൻ. ഇല്ലേ? ആ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ രൂപത്തിൽ, നമ്മുടെ അച്ഛൻ്റെ രൂപത്തിൽ, നമ്മുടെ കൂടപ്പറപ്പങ്ങളുടെ രൂപത്തിൽ, നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിൽ, നമ്മുടെ ലോകത്തിൻ്റെ രൂപത്തിൽ എല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ ആ ഈശ്വരനെ നമ്മൾ നോക്കാതെ നമ്മൾ ആരെ മാത്രം നോക്കും? വിഗ്രഹത്തിലിരിക്കുന്ന പരമ്പൊരുളിനെ മാത്രം നോക്കും. അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി ഏറ്റവും സുന്ദരമായ രീതിയിൽ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തി കരുപിടിപ്പിച്ച് ഭംഗിയാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും ധന്യമാവുക, നമ്മുടെ യാത്രയും ധന്യമാവുക. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ത്? മാറ്റത്തെ ഉൾക്കൊള്ളുക,
അനശ്വരതയെ അറിയുക.